ബീഹാർ ഇലക്ഷനിൽ അവിടുത്തെ കാസ്റ്റ് പൊളിറ്റിക്സിനെ തറപറ്റിച്ചതുകൊണ്ടാണ് എൻ ഡി എക്ക് ഒരു വലിയ മുന്നേറ്റം നേടാൻ പറ്റിയത്. ഇന്ത്യ മുന്നണി, അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്നു എന്ന് പറയുന്ന, അതേസമയം നേതൃത്വമൊന്നുമില്ലാത്ത ഇന്ത്യ മുന്നണി തറപറ്റി. അതായത് ഇന്ത്യ മുന്നണി കാസ്റ്റ് പൊളിറ്റിക്സിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. കാസ്റ്റ് സെൻസസ് നടത്തണം, അതുപോലെ ആർമിയിൽ കാസ്റ്റ് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാസ്റ്റ് എന്ന് മാത്രം ശ്വസിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരുന്ന രാഹുൽ ഗാന്ധി ആയിരുന്നു ഇതിന് പ്രധാനമായിട്ടും ബീഹാറിലെ ഇലക്ഷൻ നേതൃത്വം നൽകിയിരുന്നത്. പക്ഷേ ഈ ഇന്ത്യ മുന്നണിയുടെ കാസ്റ്റ് പൊളിറ്റിക്സിനെ തറപറ്റിച്ചിട്ടാണ് എൻ ഡി എ അവിടെ വിജയിച്ചത്. ഈ കാസ്റ്റ് പൊളിറ്റിക്സിന് പകരം എൻ ഡി എ കൊണ്ടുവന്നത് വികാസ് എന്ന മന്ത്രമാണ്. അപ്പോൾ എന്താണ് വികാസ്? ബീഹാറിലെ ഒരു ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കാം. സബ്കാ വികാസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മുദ്രാവാക്യമുണ്ട്. വികസനമാണ്. അതുപോലെ കേരളത്തിലാണേലും വികസിത് കേരൾ എന്ന് ബി ജെ പി പറയുന്നു, അതുപോലെ വികസിത് ഭാരത് എന്ന് ബി ജെ പി പറയുന്നു. അപ്പോൾ അതേ മന്ത്രവും തന്ത്രവുമാണ് ബീഹാർ ഇലക്ഷനിലും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി മുന്നോട്ട് വച്ചത്. നമ്മുടെ നിതീഷ് കുമാർ അവിടെ 2005 മുഖ്യമന്ത്രിയായത്. 2006 തന്നെ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സൈക്കിൾ നൽകി. അപ്പോൾ സൈക്കിളിൻ്റെ ഉപയോഗം എന്താണ്? യാത്ര ചെയ്യുക. അപ്പോൾ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നൽകുമ്പോഴത്തേനും അവർ ഈ സൈക്കിൾ ഉള്ളതുകൊണ്ട് വീണ്ടും സ്കൂളിലേക്ക് പോവുക, അപ്പോൾ ഡ്രോപ്പ് ഔട്ട് കുറയും, പഠിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് പെൺകുട്ടികൾ ആണ് പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരുന്നത്. അതിനുശേഷം നിതീഷ് കുമാർ ചെയ്തത് ഇവർക്ക് സാനിറ്ററി നാപ്കിൻസ് ഫ്രീ ആയിട്ട് പെൺകുട്ടികൾക്ക് നൽകി. അതും അവർക്ക് അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും അവരുടെ മൊബിലിറ്റി, പുറത്തേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിനും സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നതിനും വേണ്ടിയാണ് ലക്ഷ്യമിട്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ പഞ്ചായത്തുകളിൽ 50% സ്ത്രീകൾക്ക് സീറ്റുകൾ നൽകുന്ന, സംവരണം നൽകുന്ന ഒരു നടപടി വന്നു. അപ്പോൾ പ്രാദേശികമായ ഭരണത്തിലേക്ക് സ്ത്രീകൾ വന്നു. അപ്പോൾ അവിടുത്തെ അതുവരെ ഉണ്ടായിരുന്ന ജംഗിൾ രാജ് എന്നുള്ളതിൽ നിന്ന് മാറി അധികാര സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകൾ വരുമ്പോൾ സ്ത്രീകൾ വീണ്ടും യാത്ര ചെയ്യും. അപ്പോൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും സുരക്ഷിതത്വം ആവശ്യമാണ്. അപ്പോൾ സ്ത്രീകൾ ആ ഒരു ശാക്തീകരണം എന്നുള്ളത് പ്രാവർത്തികമാക്കി. അതുപോലെ പിന്നീട് ടീച്ചേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റിലും പോലീസിലെ റിക്രൂട്ട്മെൻറ്റിലും 35% സംവരണം സ്ത്രീകൾക്ക് കൊണ്ടുവന്നു ഈ മുന്നണി. അപ്പോൾ വീണ്ടും സമൂഹത്തിലെ വിദ്യാഭ്യാസത്തിന് നൽകേണ്ട ടീച്ചേഴ്സ് സ്ത്രീകൾ തന്നെ ആകുമ്പോൾ പെൺകുട്ടികൾ തീർച്ചയായിട്ടും കൂടുതൽ സ്കൂളിൽ ഡ്രോപ്പ് ഔട്ട് ഉണ്ടാകാതെ മുന്നോട്ട് പോകും, പഠിക്കും. അതുപോലെ പോലീസിൽ സ്ത്രീകൾ 35% വരുമ്പോഴത്തേക്കും സുരക്ഷിതത്വ ബോധം ആ സ്ത്രീകൾക്ക് മാത്രമല്ല സമൂഹത്തിൽ മൊത്തത്തിൽ ഉണ്ടാകും എന്നുള്ളതുകൊണ്ടും, അതുപോലെ സ്ത്രീകൾ കൂടുതൽ പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് പേടിയില്ലാത്തൊരവസ്ഥയുണ്ടാകും. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ജോലികളിലൊക്കെ സ്ത്രീകൾക്ക് സംവരണം കൂടുതലായി. അങ്ങനെ ഉള്ള ഒരു പടിപടിയായിട്ടുള്ള ബീഹാറിൻ്റെ ഒരു സാഹചര്യം മനസ്സിലാക്കി അതുവരെ ലാലു പ്രസാദ് യാദവും സംഘവും ജംഗിൾ രാജ് എന്ന് പറയുന്ന സ്ഥിരം കിഡ്നാപ്പിങ്ങും സ്ഥിരം ഗുണ്ടായിസവും മാഫിയ പ്രവർത്തനവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ സ്കൂളുകളിൽ എത്തിക്കുകയും സ്കൂളുകളിൽ അത് കണ്ടിന്യൂ ചെയ്യുകയും അവർ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യുകയും അവർ ആരോഗ്യമുള്ളവരായി വളരുകയും അവർ ജോലിയിൽ പഞ്ചായത്തിലായാലും പോലീസിലായാലും സ്കൂളുകളിൽ ടീച്ചിങ് ജോലിയായാലും ഗവൺമെൻറ്റിലൊക്കെ കൂടുതൽ ജോലിയിലേക്ക് വന്ന് അവർ യാത്ര ചെയ്ത് പുറത്തേക്ക് നമ്മൾ സാധാരണ മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയും, ഒരു മെയിൻ സ്ട്രീമിലേക്ക് വന്നു എന്നുള്ളത് ആണ് അവിടുത്തെ ഒരു വികസനത്തിൻ്റെ ഒരു നാൾ വഴി. ഇത് മാത്രമല്ല, ഈ വിദ്യാഭ്യാസം നേടി അവർ ആരോഗ്യമുള്ളവരായി. അതിനുശേഷം അവർ സംരംഭകരാകുന്നതിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ വരെ നൽകുന്ന പദ്ധതി മുഖ്യമന്ത്രി അവിടെ നടപ്പാക്കി. ബീഹാറിൽ 10 ലക്ഷം രൂപ വരെ എന്ത് സംരംഭം തുടങ്ങുന്നതിലും ആപ്ലിക്കൻ്റ് സ്ത്രീ ആയി കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ വരെ നൽകുന്നു. അതുപോലെ ഈ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി പെൺകുട്ടികൾക്ക് 4000 മുതൽ 6000 രൂപ വരെ പ്രതിമാസം നൽകുന്ന പദ്ധതിയുമുണ്ട്. അപ്പോൾ അതും അവർ എന്തെങ്കിലും ഒരു ജോലിയിലേക്ക്, സ്കില്ലുള്ള ജോലിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ്. പിന്നെ 10,000 രൂപ സ്വയം തൊഴിൽ നേടുന്നതിന് വേണ്ടിയിട്ട്
നേരിട്ട് വൺ ടൈമായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു പദ്ധതിയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതുപോലെ NDAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി. അപ്പോൾ ഈ 10,000 രൂപ കിട്ടുന്ന സ്ത്രീകൾ അവരൊരു 10 പേര് കൂടി ഒരു സ്വാശ്രയ സംഘം പോലെ രൂപീകരിച്ചിട്ട് അപ്പോൾ 1,00,000 രൂപയായി. ആ 1,00,000 രൂപ വെച്ചിട്ട് എന്തെല്ലാം ആശയങ്ങൾ, പൈസ കയ്യിലുണ്ടെങ്കിൽ ആശയങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ സ്വയം ആയിട്ട് പല കാര്യങ്ങൾ തുടങ്ങുന്നതിനുള്ള ഒരു ധൈര്യം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കുണ്ടായി. അപ്പോൾ നമ്മൾ ശാക്തീകരണം, സ്ത്രീകൾക്ക് ധൈര്യമുണ്ടാകുക, സ്ത്രീകൾ എന്തെങ്കിലും സംരംഭം തുടങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ബീഹാറിൽ 2006 മുതൽ സൈക്കിൾ നൽകിയത് മുതൽ 9ാം ക്ലാസ്സിൽ നൽകിയത് മുതൽ ഇങ്ങോട്ട് പടിപടിയായിട്ടുള്ള പല നടപടികളിൽ കൂടിയാണ് വികാസ് ബീഹാറിൽ NDA മുന്നണി അതുപോലെ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒക്കെ നടപ്പാക്കിയത്. അപ്പോൾ ഈ ഒരു വികാസ് എന്ന് പറയുന്നത് ഏതെങ്കിലും, അതായത് ഈ 10,000 രൂപ നേരിട്ട് അക്കൗണ്ടിലേക്ക് വരുന്നത് അവിടുത്തെ എല്ലാ കാസ്റ്റിലുമുള്ള എല്ലാ സമുദായത്തിലുമുള്ള സ്ത്രീകൾക്ക് വരുന്നുണ്ട്. അതുപോലെ 10,00,000 രൂപ ആർക്കും എടുക്കാം. അതുപോലെ സൈക്കിള് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ എല്ലാവരും വരുന്നു. അങ്ങനെ അവിടുത്തെ 50%-ലധികം വരുന്ന അല്ല 50% വരുന്ന സ്ത്രീകൾ വികസനത്തിന് അവരുടെ ടാലൻറ്റ് ഉപയോഗിക്കുന്നൊരവസ്ഥ വന്നു. അപ്പോൾ ബീഹാറിലെ ജനങ്ങളുടെ ടാലൻറ്റ് ഉപയോഗിക്കുക, ആ ടാലൻറ്റ് വികസിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ വികസനത്തിൻ്റെ ഒരു പ്രധാന തന്ത്രവും മന്ത്രവും അല്ലെങ്കിൽ രീതി. അപ്പോൾ ഈ കാസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിന് പകരം വികാസിൻ്റെ രുചി അവരറിഞ്ഞു. അത് എങ്ങനെയാണ് നടപ്പാക്കുന്നതെന്ന് അവിടുത്തെ ഭരണകൂടം നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് 10 പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്ന ആളെ വീണ്ടും അദ്ദേഹം തന്നെ മതി എന്ന് അവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകളും തീരുമാനിച്ചു. അങ്ങനെ കാസ്റ്റ് പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധിയും കാസ്റ്റ് സെൻസസ് വേണമെന്നൊക്കെ ഉള്ള മുറവിളികളുമൊക്കെ അവിടുത്തെ ജനങ്ങൾ ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് വികസനമാണ് വേണ്ടത്, അത് ഈ തരത്തിലുള്ള വികസനം തന്നെയാണ്. അപ്പോൾ ജംഗിൾ രാജിൽ നിന്ന് ഈ പുറത്തേക്ക് ഇറങ്ങി സൈക്കിളുമൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഒരു സെക്യൂരിറ്റി എന്നുള്ളതിലേക്കും സ്ത്രീകൾ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവർ കൂടുതൽ മാസ്സാകുമല്ലോ. അപ്പോൾ അവർക്ക് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് തന്നെ പോകുന്നതിനേക്കാളും കൂടുതൽ ആളുകളുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഫീലിംഗ് തോന്നും. അപ്പോൾ ഒരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടായി. അതിനുശേഷം അവർ വിദ്യാഭ്യാസം നേടുന്നു, വിദ്യാഭ്യാസത്തിനുള്ള സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായി. അതിനുശേഷം അവർക്ക് ജോലി ഉണ്ടാകുന്നു, അവർക്ക് ആരോഗ്യം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളൊരു വികസനമാണ് ബീഹാറിൽ ഉണ്ടായത്. അപ്പോൾ ഇനിയും ലക്ഷ്യം വെക്കുന്നത് NDA അങ്ങനെയുള്ളൊരു വികാസമാണ്. അപ്പോൾ എന്താണ് BJP ലക്ഷ്യം വെക്കുന്ന വികസിത് കേരള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കോഴ്സ് കേരളത്തിലെ വികസനത്തിൻ്റെ അതേ മാതൃകയല്ല ബീഹാറിൽ വേണ്ടത്. കാരണം അവിടുത്തെ സാഹചര്യങ്ങൾ ഡിഫറൻ്റ് ആയിരുന്നു. അതിന് മുമ്പ് ലാലുവിൻ്റെ സമയത്ത് ജംഗിൾ രാജ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, കിഡ്നാപ്പിംഗ് അക്രമം. കേരളത്തിൽ ഓഫ് കോഴ്സ് ഇപ്പോൾ അക്രമങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. അതുകൊണ്ട് ഇവിടെയും ബീഹാറിൽ നടത്തിയ പോലെയുള്ള ഒരു വികാസ് അല്ല, അതിനേക്കാളും കൂടുതൽ ഇൻറ്റൻസീവായിട്ടുള്ളൊരു വികാസ് കേരളത്തിൽ ആവശ്യമുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ, നമ്മൾ വിചാരിക്കും ബീഹാറിലുള്ള ആൾക്കാർ അവർക്ക് നമ്മുടെ അത്രയും പ്രബുദ്ധതയില്ല, വിവരമില്ല, വിദ്യാഭ്യാസമില്ല, ലോകവിവരമില്ല എന്നൊക്കെ നമ്മൾ കേരളത്തിലിരുന്ന് പറയുന്നുണ്ടാവും. കാരണം ഇവിടെ പല ഇലക്ഷൻ സമയത്തും ബീഹാറിലെ സ്കൂൾ കണ്ടില്ലേ, ബീഹാറിലെ റോഡ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ ചില മീഡിയയിലൊക്കെ ഇവിടെ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് അറിയാമല്ലോ അവരെ പറ്റിയും അവരുടെ നേതാക്കളെ പറ്റിയും. അവരുടെ നേതാക്കൾ എന്ത് വികസനമാണ് അവർ സംസാരിക്കുന്നത്, അത് സംസാരിക്കുന്നവരത് പ്രാവർത്തികമാക്കുന്നവരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് വളരെ വളരെ എന്താ പറയുക, വിലപ്പെട്ട ഒരു സമ്മതിദാനം അവർ വളരെ ഉത്തരവാദിത്തോടുകൂടി നിർവഹിച്ച് ഉത്തരവാദിത്തമുള്ളവർക്ക് വോട്ട് നൽകി ജയിപ്പിച്ചത് അങ്ങനെയാണ്. അല്ലാതെ ഉത്തരവാദിത്തമില്ലാതെ എന്തെങ്കിലും പുലഭ്യം പറയുന്നവരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നവരെയൊന്നും അവർ ഗൗരവമായിട്ട് എടുത്തില്ല. അപ്പോൾ ബീഹാറിൽ 2005 മുമ്പ് ആശയേറ്റുകിടന്ന ഒരു ജനതയായിരുന്നു, സ്ത്രീകളായിരുന്നു. അപ്പോൾ
ഈ അവരുടെ കയ്യിൽ പണം വന്നു, അവർക്ക് വിദ്യാഭ്യാസം വന്നു, അവർക്ക് ആരോഗ്യമുള്ളവരായി, അവർ പുറത്തേക്ക് ഇറങ്ങി, അവർ മെയിൻ സ്ട്രീമിലേക്ക് വന്നപ്പോഴത്തേക്കും അവർക്ക് വികാസം എന്താണെന്ന് മനസ്സിലായി. അവരുടെ വികസനം അവരുടെ സ്വന്തം കയ്യിൽ ലേക്ക് വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യണം എന്നുള്ള സംരംഭകത്വവും അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടി എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അവരുടെ കയ്യിലേക്ക് വന്നപ്പോൾ അവരത് തിരിച്ചറിഞ്ഞു. അപ്പോൾ ആശയറ്റ ബീഹാറിലെ ജനങ്ങൾക്ക് കൂടുതൽ ആശയങ്ങൾ നൽകുന്ന ഒരു ഭരണമാണ് വികാസ് എന്ന് അവർ തിരിച്ചറിഞ്ഞു.